ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശിപ്പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശിപ്പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശിപ്പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. നോക്കി വെറുതെ തോണിയുമായി അവരുഴറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതവരലയുമ്പോൾ വരുവിൻ വലയറിയിൻ നിറയും വലവലിക്കിൻ മനസ്സിന്റെ അമരത്തെ ഗുരുവരുളുന്നു. മാനവരെ നേടുന്നോരായിരിക്കുക ഇവിടെ മാനവർക്കു മോക്ഷദീപമാവുക നിങ്ങൾ. അലകടലിൽ അലയുന്നവരെ ഒരുമയോടെ 27 രൂപ 28 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 രൂപ 60 രൂപ വീശിപ്പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം പുലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ തിരയിൽ തോണി ഉലഞ്ഞവരലയുമ്പോൾ. അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം പുലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ തിരയിൽ തോണി ഉലഞ്ഞവരലയുമ്പോൾ. അരുതേ ഭയമരുതേ ഇരുളിൽ ഗുരുവരുളി ജലരാശി ഗുരുവിന്റെ നടവഴിയായി. വിശ്വാസം ഉടയാത്തോനായിരിക്കുക ഇനിയും പത്രോസേ ദൈവവാക്യമോർക്കുകയെന്നും. അലകടലിൽ
അലയും മുക്കുവരേ, ഒരുമയോടെ വരുവിൻ കരകയറാം. അലകടലിൽ അലയും മുക്കുവരേ, ഒരുമയോടെ വരുവിൻ കരകയറാം. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. നമുക്ക് ഏവർക്കും പ്രിയങ്കനായ ഡോക്ടർ സർ ജോർജ് പി ജോസഫ് PhD, നൈറ്റ് ഓഫ് ചാരിറ്റി, ഇതിനെല്ലാം ചുരുക്കമെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നഞ്ചേട്ടൻ, ചെല്ലാനത്തിൻ്റെ പൊന്നഞ്ചേട്ടൻ ഈ ഹാർബറിൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ വരികയാണ്, വന്നു ചേർന്നു. തീർച്ചയായും ഈ ഹാർബറിൽ ഇവിടെ വന്ന് ഈ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് വ്യക്തികൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ ആൾക്കാർ, പ്രിയപ്പെട്ട രജു, OF സെബാസ്റ്റ്യൻ, അതുപോലെ ഒട്ടനേകം വ്യക്തികളുണ്ട്. നമ്മുടെ ബാസ് ചേട്ടൻ, പിന്നെ യേശു സാറ്, PR വിൽസൺ, ഇങ്ങനെ ഒരുപാട് നമ്മുടെ PR വിൽസൺ, ഷിജി തയ്യൽ, ഇങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. ഇവരെല്ലാം കൂടി നമ്മൾ ഈ ജനത്തിൻ്റെ പ്രതിനിധികളായിട്ട് നമ്മൾ ഉപഹാരം എന്ന് പറയുന്നില്ല, സ്നേഹ സ്വീകരണം നമ്മൾ നൽകുകയാണ്. ഈ അവസരത്തിൽ പൊന്നഞ്ചേട്ടൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയിൽ ഈ സമയത്തൂടെ എത്തുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്. അപ്പോൾ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഒരുങ്ങി ഇവിടെ വന്ന് നമ്മളെല്ലാം കാണുകയും, പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധനവും ലേലവും, പൊന്നഞ്ചേട്ടൻ 200 രൂപയ്ക്ക് അത് എടുക്കുമല്ലോ അല്ലേ? നമുക്ക് എപ്പോഴും മത്തിക്കൊക്കെ വില കുറവാണെന്ന് പറയുമ്പോൾ പൊന്നഞ്ചേട്ടൻ എന്തായാലും വില കൂട്ടി നമ്മുടെ ലേലമൊക്കെ ഉറപ്പിച്ചു. അതുപോലെ ഈ ഹാർബറിന്റെ ദയനീയാവസ്ഥയെ പോരായ്മയൊക്കെ കണ്ട് ഉന്നതങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചെല്ലാനങ്കാരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൽ സപ്പോർട്ട് നൽകാമെന്ന് പൊന്നഞ്ചേട്ടൻ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു വാക്ക് പറഞ്ഞ് സ്വീകരണത്തിനും തുടർന്നുള്ള കാര്യങ്ങൾക്കും VS മുടിയെ ഏൽപ്പിക്കുന്നു. കടലിൻ്റെ മക്കളുടെ പ്രശ്നം കടലോളം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മേഖലയിലുണ്ട്. എന്നിരുന്നാലും ചെല്ലാനത്തുകാർക്ക് ആഹ്ലാദിക്കാൻ ചെറിയൊരു അവസരമാണ് നമ്മുടെ ചെല്ലാനം ഹാർബർ. ഹാർബറിന് ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്. എന്തായാലും അത്യാവശ്യം നമ്മൾക്ക് പണിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഹാർബറിലുണ്ട്. അത് ഒന്നുകൂടെ വികസിപ്പിച്ചെടുക്കണമെന്നാണ് ഞങ്ങൾ മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ തെക്കേ ചെല്ലാനം ഏറ്റവും വികസനം എത്താത്ത, ഏറ്റവും പുറകെ കിടക്കുന്ന നമ്മുടെ ഒരു പ്രദേശമാണ് തെക്കേ ചെല്ലാനം. പ്രത്യേകിച്ച് നമ്മുടെ 16-ാം വാർഡ് നമ്മുടെ ഹാർബർ പള്ളി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തെക്കേ ചെല്ലാനം ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. പൊന്നഞ്ചേട്ടൻ്റെ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ എല്ലാവരുടെയും മത്സ്യത്തൊഴിലാളികളുടെ സകലവരുടെയും പിന്തുണയും സ്നേഹവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ദൈവാനുഗ്രഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പൊന്നഞ്ചേട്ടൻ എപ്പോഴും പറയുന്നതാണ് ദൈവാനുഗ്രഹം. നമുക്കറിയാമല്ലോ, പൊന്നഞ്ചേട്ടൻ ഈ ജീവിതത്തിൽ നേടിയത് മുഴുവൻ ദൈവാനുഗ്രഹം കൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ കൽപ്പിച്ച നാഥ, അങ്ങയുടെ കൽപ്പനയിൽ ആശ്രയിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന മക്കളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവിടെ വന്നു ചേരുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സംരക്ഷണത്തിൽ പരിപാലിക്കണമേ. ഈ ഹാർബറിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഐക്യത്തോടും സ്നേഹത്തോടും കൂടി അധ്വാനിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നൽകിയ അത്ഭുതകരമായി മത്സ്യസമ്പത്ത് നൽകിയതുപോലെ ഇവർക്കും മത്സ്യസമ്പത്ത് അത്ഭുതകരമായി നൽകണമേ. കടലിലെ എല്ലാവിധമായ അപകടങ്ങൾ സംരക്ഷിക്കണമേ. പ്രത്യേകിച്ചും ഈ ഹാർബറിൽ വന്നു ചേരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവിടെ അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നവരെയും മറ്റ് ജോലികൾ ചെയ്യുന്നവരെയും കച്ചവടം ചെയ്യുന്നവരെയും
ഇവിടെ എല്ലാവരും ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ഒന്നിപ്പിച്ച് വളർത്തണമേ. ഇതേ ദിവസം ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നേ. ഞങ്ങളുടെ ഈ ഹാർബർ സന്ദർശിക്കാനായി വന്ന് പരഞ്ചേട്ടനെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും പരഞ്ചേട്ടൻ വഴി ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ദേവാലയ നിർമ്മാണം നിർമ്മിച്ചിരുന്ന പരഞ്ചേട്ടന്റെ കരങ്ങൾ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. അങ്ങേ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേറി തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി വിശുദ്ധ ഔസേപ്പേ, വിശുദ്ധ ഗീതോസേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരേ, സകല വിശുദ്ധരുമേ, കാവൽ മാലാഖമാരെ, കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹാർബറിലെ സ്വാതന്ത്ര്യ മത്സരത്തൊഴിലാളി ഫെഡറേഷൻ ഇവിടുത്തെ തലവന്മാരായ രജു അവர்களോടും മറ്റ് എല്ലാ ഞാൻ എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ കാണിച്ചു തന്ന ഒരു കാര്യം, സ്നേഹം എന്താണെന്ന് ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ ഒത്തിരി ആദരവുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ സ്നേഹമാണ് വലുത്, സ്നേഹമാണ് ഇവര് തരുന്നത്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും തരാനില്ല. സമ്പത്ത് സ്ഥാനമാനങ്ങളും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്. വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അത് വിവേകയുടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ജ്ഞാനികളാകുന്നത്, സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഇന്നെന്നല്ല പല പ്രാവശ്യം ഈ ചെല്ലാനം എൻ്റെ സഹോദരങ്ങളെന്ന് തന്നെ ഞാൻ പറയും. ഞാൻ ഇവിടം വിട്ട് പോയെങ്കിലും എനിക്ക് ഇവിടെ ഇപ്പോഴും ഒത്തിരി ജോലികളും ബോംബെയിലുണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരാഗ്രഹം, പിള്ളേരൊക്കെ അവർ ചെയ്തുകൊണ്ട് ഞാനിനി കുറച്ചാൾ എൻ്റെ സഹോദരങ്ങളുമായിട്ടൊക്കെ സംഘടിച്ച് ഇവിടെ ചെല്ലാനം ദേശത്ത് കൂടണം. എനിക്കൊരു വിഷനുണ്ട്, അതിപ്പോൾ നിങ്ങളോട് പ്രഖ്യാപിക്കാൻ പോകും. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പിക്നിക് സെന്ററാണ് കാനാൻ ദേശം. അത് കഴിഞ്ഞിട്ടേ ഉള്ളു. അവിടെ മരുഭൂമിയായിരുന്നു. നമ്മുടെ പത്രോസിലിയുടെ സ്ഥലമാണ്. യേശു അങ്ങോട്ടാ പോയത്. അപ്പൊ യേശുയുടെ കാനാൻ ദേശം മരുഭൂമിയായിരുന്നു. യഹൂദര അവിടെ ഇപ്പൊ കണ്ടാൽ പാനും തേലും ഒഴുകുന്ന ഒരു ദേശമായിട്ടാണ് പറയുന്നത് കാനാൻ ദേശം. എനിക്കൊരു വിഷൻ എന്താന്ന് വെച്ചാൽ ചെല്ലാനം ദേശം അതുപോലെ ഒരു പാനും തേലും ഒഴുകുന്ന ദേശമാക്കി മാറ്റണം. ഇതിനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പിടിക്കണം. ഞാൻ മാത്രം പറയല്ലോ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അത് പരിശ്രമിക്കുമ്പോ ഈ ചെല്ലാനം ദേശത്ത് വേറെ ഇന്ത്യയിൽ വേറൊരു ദേശം ഉണ്ടാകാൻ പാടില്ല. ഓൾ ഓവർ വേൾഡിൽ നിന്ന് വരുന്നവര് ഇവിടെ വന്ന് നമ്മളെ ഒരു മാതൃകയാണ് ആയിട്ട് നമ്മളിവിടെ ഒരു തേനും പാലും ഒഴുകുന്ന ഒരു ചെല്ലാനം ദേശം, കാനാൻ ദേശത്തോട് ഞാൻ ഓമിക്കുകയും. കാനാൻ ദേശം ആണ്, അവിടെയാണ് ദൈവം എല്ലാം പത്രോസിലിയ എല്ലാവരും യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം കാനാൻ ദേശത്തുകാരാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ചെല്ലാനം ദേശം കാനാൻ ദേശമാക്കി മാറ്റണം. അതിന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇത്തിരിക്കും സംഗതി മാത്രമാണ്. ചിലരില്ലേ ഒത്തിരി ഡെവലപ്മെന്റ് ഉണ്ട്, ഒത്തിരി വിവേകത വന്നിട്ടുണ്ട്, ഒത്തിരി പോരായ്മ ഉണ്ട്. ചിലരില്ലേ അവരും കൂടി ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ സ്നേഹം എന്താണെന്ന്, സ്നേഹത്തിന്റെ വലിപ്പം കണ്ടിട്ടുള്ള ആളാണ്. ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് ഇത്തിരി സ്നേഹം കൊടുത്താൽ ഇങ്ങോട്ട് അതിന്റെ 10 ഇരട്ടി 100 ഇരട്ടിയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇത് ഞാൻ പരീക്ഷിച്ചിട്ടുള്ള ചില സന്ദർഭത്തിൽ ചില ക്രിറ്റിസൈസോ അതുമൊക്കെ വരുമ്പോൾ നമ്മളെ നെർവസ് ആകാറുണ്ട്. ഇത് വേണ്ടിയില്ലായിരുന്നു, ചിലത് വരണ്ടില്ലായിരുന്നു, മണ്ടത്തരമായിപ്പോയത്. ഇപ്പൊ തന്നെ ഹാർബറിൽ വന്നപ്പോ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇത് നേരത്തെ വരേണ്ടതായിരുന്നു. ഇത്രയും ഗംഭീരമായ ഒരു സംഗതി. ഇതിപ്പോ ഞാൻ എന്റേതായിട്ടുള്ള ബുദ്ധിയൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ അതിന് ഇതൊക്കെ എല്ലാം ശരിയാക്കി. അപ്പൊ എന്റെ കൂടെ വന്നിരുന്നത് കുറച്ചും കൂടെ അപ്പൊ ഇവരൊക്കെ എപ്പോഴും വിളിക്കാറുണ്ട് മനുഷ്യരുടെ ഹാർബർ വാ. ഇപ്രാവശ്യം രജിയും പറഞ്ഞ് വനഞ്ചേർന്നോ എന്നെ ഹാർബറിൽ വന്നോ. അപ്പൊ 2 പ്രാവശ്യം വന്ന് 2 പ്രാവശ്യം നിർബന്ധമായിട്ട് വിളിച്ച് ഞാൻ വന്ന്. ഇപ്പൊ എനിക്ക് ഐ ഫീൽ വാട്ട് എ വണ്ടർഫുൾ. എന്താണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്?
ഞാൻ വിചാരിച്ചമാരൊന്നുമല്ല, ഒത്തിരി നിങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒത്തിരി ചില ഈ പ്രദേശം നമ്മളെ തൊഴിലാളികളല്ല, സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അത് സ്വതന്ത്ര മത്സ്യ ഫെഡറേഷനാണ്. നമ്മൾ സ്വതന്ത്രരാണ്. നമ്മുടെ മുകളിൽ വേറൊരു ആളില്ല. നമ്മളായിട്ട് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുകയും കച്ചവടക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് കച്ചവടമായി ഒത്തിരി പേർക്ക് ഇവിടെ നിന്ന് തൊഴിൽ ലഭിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം നമ്മള് അത് മത്സ്യബന്ധനം ഒരു കുറഞ്ഞ ജോലിയെന്ന് വിചാരിക്കുന്നത് വെറും മണ്ടത്തരമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാലത്ത്. പക്ഷേ ഇപ്പോഴൊക്കെ ഇത് മത്സ്യബന്ധനം ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളാരും തൊഴിലാളികളല്ല. നിങ്ങളാരും ഒരിക്കലും തൊഴിലാളികളല്ല. നിങ്ങള് മുതലാളിമാരാണ്. മുതലാളിയല്ല നമ്മൾ വിളിക്കുന്നത്, സെൽഫ് എംപ്ലോയി. ഈ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മളായിട്ട് അധ്വാനിച്ച് അറേബ്യൻ കടൽ നമ്മുടെയാണ്. നമ്മ പോയി പിടിച്ചു കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് ജോലികൾ കൊടുക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, അവരും ജീവിക്കുന്നു. അപ്പൊ ഞാനൊരു എംപ്ലോയറാണ്. എന്റെ കീഴിൽ 10,000-3000 പേര് ജോലി കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ആ അനുഗ്രഹം കിട്ടും. ഈ 3000 പേരുടെ കുടുംബം കഴിയുന്നുണ്ട്. അവര് ഞങ്ങളുടെ മുതലാളിക്ക് മുതലാളിയുടെ നല്ല സ്നേഹം, എല്ലാവരോടും സംസാരിക്കും. അവരെയൊക്കെ വിളിച്ച് ഇപ്പൊ പള്ളി നിർമ്മാണത്തിന് വരുമ്പോൾ ചിലരൊക്കെ അകന്ന് നിൽക്കും. മട കേട്ടെന്ന് പറയും. അപ്പൊ നിന്നെ വിളിച്ചില്ല, അതുപോലെ നിന്നെ വിളിച്ചവർ അകന്ന് നിൽക്കുന്നതൊക്കെ അടുത്ത ഭാഗത്ത് പറഞ്ഞില്ല. അതുപോലെ വിളിക്കും. പൊന്നഞ്ചേട്ടൻ വലിയൊരു വാട്ടർ സൂട്ടൊക്കെ അടിക്കുന്ന ആളല്ല. എങ്ങനെ മുമ്പിൽ എങ്ങനെ പോകും? മനുഷ്യനെ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യനാകുന്നത്. അതാണ് ലവ്. അതിവിടെ നിങ്ങൾ പ്രൂഫ് ചെയ്തിരിക്കുകയാണ്. ഈ എല്ലാവരും പറയണ അവര് അന്വേഷിക്കാരാണ്, അവര് മീൻപിടുത്തക്കാരാണ്. അതൊന്നുമല്ല. നമ്മള് സ്വതന്ത്ര മത്സ്യബന്ധനം ചെയ്തവരാണ്, അല്ല തൊഴിലാളികളല്ല. പിന്നെ ചിലരതിന് തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ പുറകില് ചില ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആർക്കും വിവരമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ സംരക്ഷിക്കാം. അതിന്റെ ആവശ്യമില്ല. വിവരത്തിൽ കൂടുതൽ ഉപ്പോളം വേണ നല്ല ഷാർപ്പായിരിക്കും. പഠിക്കൊന്നും പോയിട്ടില്ലല്ലോ, ഉപ്പോളത്തിൽ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എന്റെ മൈൻഡും വളരെ ഷാർപ്പാണ്. ലോകത്തിലുള്ള എല്ലാ ബിസിനസ്സുകാരുടെ കൂട്ടത്തിൽ എനിക്ക് ഒരു സ്ഥാനമാണ്. ഇപ്പൊ എനിക്ക് തോന്നി ഇതിന് നേരത്തെ വന്നില്ല. ഞാനെവിടെയെങ്കിലും ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുമ്പോൾ എന്നോട് ചോദിക്കുക, ഞങ്ങള് മുഴുവനിൽ കണ്ടല്ലോ അവിടെ ഒരു ചെല്ലാനമുണ്ടല്ലോ കേരളത്തിൽ, കൊച്ചിയിൽ. ഉണ്ടാ ഞാൻ കുട്ടകളെ ഇങ്ങനെ ഇപ്പൊ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായി. ഏത് രാജ്യത്ത് പോയാലും അവരോട് പറയാം, ഇതെല്ലാം കാണിച്ചു കൊടുക്കാം, എനിക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ കൂടുതലായിട്ട് ഞാൻ സ്റ്റഡി ചെയ്തു. ചെല്ലാനം ദേശത്തിന് കാനാൻ ദേശം പോലെ ചെല്ലാനം ദേശം ആക്കണം. പാലും തേയിലും ഒഴുകുന്ന ചെല്ലാനം ദേശം. അപ്പൊ എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി. ഒത്തിരി ഒരിക്കലും ഞാൻ മറക്കില്ല നിങ്ങളുടെ ഈ സ്റ്റേജ് എന്നൊക്കെ പറയും. ആണോ? ഏത് വിച്ചല്ല അവർക്ക് കാശ് കിട്ടിയില്ലേ? അല്ല, ഞാൻ വർക്കില്ലാത്തതാണ്. അല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കാശ് കിട്ടത്തില്ലേ? ഞങ്ങളൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 പടം എടുത്തിട്ടുണ്ട്. ഒരു ഹിന്ദി പടം, 2 മലയാളം പടം, മമ്മൂട്ടിയുടെ പടമൊക്കെ വിളിച്ചേക്കണേ. എന്താണ് നമ്മുടെ റോളെന്താ? ഡാൻസ് ഒക്കെ ചെയ്യാൻ അറിയാം. സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. അതെ, ഞങ്ങളുടെ അയലന്തരത്തെ ഒരാള് എപ്പോഴും ഈ തുണി കൊടുക്കാതെയുള്ള മുഴുവനായിട്ട് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ ചോദിക്കേ അയാളെ എങ്ങനെ ഇരിക്കണത്? അപ്പൊ കറുത്തിട്ട് പറഞ്ഞൊരു മക്കറ്റിനെ പോലെ അപ്പൊ കാണാൻ കൊള്ളായിരുന്നെങ്കിൽ നോക്കിയതല്ലേ. അപ്പൊ കാണാൻ പള്ളിയല്ല. നന്ദി പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇവിടെ പരിചയം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയവരുണ്ട്. ഈ പറഞ്ഞ എല്ലാവർക്കും പ്രത്യേകിച്ച് ഫെഡറേഷൻ്റെ ആൾക്കാർ, നമ്മുടെ റജു,
നമ്മുടെ പാസ്റ്റേട്ടൻ കൈക്കാരൻ PR നമ്മളുടെ ഇവിടെ കൂടിയിരിക്കുന്ന മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരങ്ങളെ, ഒത്തിരി നാളുകളായി പൊന്നഞ്ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചെല്ലാനം ഹാർബർ സന്ദർശിക്കണമെന്ന്. പലപ്പോഴും ഞങ്ങളോട് ചെല്ലുമ്പോഴും ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ക്ഷണിക്കും, ഒന്ന് ചെല്ലാനത്ത് ഹാർബറിലേക്കൊന്ന് വാ, അവിടെ കണ്ട് ഒന്ന് പോരാമെന്നൊക്കെ പറയും. പലപ്പോഴും ഞങ്ങളോട് പറയും ഞാൻ എത്തും, ഞാനൊരു ദിവസം വരും എന്ന് പറയുന്നതല്ലാതെ ഇങ്ങോട്ട് എത്തിച്ചേരുന്നില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം രഞ്ജുവൊക്കെ അവിടെ ചെന്നപ്പോൾ ആ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ വരാമെന്ന് സമ്മതിക്കുകയും ഇവിടെ വന്നുകൊണ്ട് നമ്മളെ ഈ പരിസരങ്ങൾ കാണുകയും നമുക്ക് വേണ്ട ഇപ്പോൾ ഇവിടെ ഏത് രീതിയിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ പ്രചോദനവും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഇനി ഇതിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ കൂടെ ഉണ്ടാകും. നമ്മളെ ഈ പ്രദേശം വലിയ ഒരു ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകണം എന്നൊരു സ്വപ്നം കൂടെ ഉണ്ട് എന്നിവിടെ വെച്ച് പറയുകയും അതിന് എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചു നിൽക്കണമെന്ന് നമ്മളോട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയും അദ്ദേഹം ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്ന് ഈ സ്നേഹാദരവ് വാങ്ങുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പൊന്നഞ്ചേട്ടന് നിങ്ങളെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്നെൻ ദൈവം സ്നേഹത്തിനപ്പമാകുന്നു. സ്നേഹമേ നീ എൻ്റെ ആത്മാവിനുള്ളിൽ എന്നും വസിക്കുവാൻ വന്നുവെങ്കിലെന്ന് ഉള്ളിൻ്റെ ഉള്ളം ആശിക്കുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്നെൻ ദൈവം സ്നേഹത്തിനപ്പമാകുന്നു. സ്നേഹമേ നീ എൻ്റെ ആത്മാവിനുള്ളിൽ എന്നും വസിക്കുവാൻ വന്നുവെങ്കിലെന്ന് ഉള്ളിൻ്റെ ഉള്ളം ആശിക്കുന്നു. എന്റെ യേശുവേ തീരാത്ത സ്നേഹമേ, ആ സ്നേഹതീരത്തു ചേർക്കൂ എന്നെ. ഒരു നാളും അകലാതിരിക്കാം, ആ സ്നേഹം മറക്കാതിരിക്കാം. സ്നേഹത്തിൻ ജ്വാലയായി നിറഞ്ഞിടുവാൻ കത്തുന്ന മെഴുതിരി പോലെൻ്റെ ഹൃദയം. സ്നേഹത്തിൻ ജ്വാലയായി നിറഞ്ഞിടുവാൻ ഓ സ്നേഹജ്വാലയെ ദിവ്യകാരുണ്യമേ, മങ്ങുന്ന മനസ്സിൽ നീ ദീപമാകൂ. ഓ സ്നേഹ
സ്നേഹജ്വാലയെ ദിവ്യകാരുണ്യമേ മങ്ങുന്ന മനസ്സിൽ നീ ദീപമാകൂ. ഓ എൻ്റെ യേശുവേ, തീരാത്ത സ്നേഹമേ, ആ സ്നേഹതീരത്തു ചേർക്കൂ എന്നെ. ഒരു നാളും അകലാതിരിക്കാം, ആ സ്നേഹം മറക്കാതിരിക്കാം.